ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിവിധ PSC പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, അതുപോലെ തന്നെ LP, UP, ഡിഗ്രി ലെവൽ എക്സാം, അങ്ങനെയുള്ള എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ടൊരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ ഇപ്പം അതായത് ഏകദേശം പഠിച്ചു തീർന്നവർക്ക് ഇതൊരു റിവിഷൻ പോലെ എടുക്കാം. ഒന്നും പഠിക്കാത്തവർക്ക് ആദ്യം തൊട്ട് പഠിക്കുന്ന ഒരു രീതിയിലും ഇതെടുക്കാം. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ കൊച്ചു കുട്ടികളുള്ളവർക്കും അതുപോലെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അവരുടെ യാത്രാ സമയത്തും അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ട് പഠിക്കാനായിട്ടും പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം. വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതുമായ സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ 5 ജില്ലകളാണ് കടൽ തീരമില്ലാത്തത്. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല കോട്ടയം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗം മാഹി. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഏതെല്ലാം? 3 തരംതിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിൻ്റെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്? 75 മീറ്ററിൽ കൂടുതൽ ഉയർന്ന പ്രദേശം. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല. മലനാടില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. 2695 മീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല. 2640 മീറ്ററാണ് മീശപ്പുലിമലയുടെ ഉയരം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം.
ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം അഗസ്ത്യമല. കേന്ദ്ര സർക്കാർ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം 2001. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക്. അഗസ്ത്യമലയിൽ നിന്നുത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ കരമന, നെയ്യാർ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ. വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? കോഴിക്കോട്, വയനാട്. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടൻ. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്നിങ്ങനെ അറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ വീതി 30 മുതൽ 40 കിലോമീറ്റർ വരെ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നാഷണൽ ഹൈവേ 544 NH 544. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം ഇടനാട്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകം അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രകൃതി തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു. കേരളത്തിൻ്റെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് എന്നറിയപ്പെടുന്നതുമായ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രം നീണ്ടകര. എന്താണ് കോൾനിലങ്ങൾ എന്നറിയപ്പെടുന്നത്? എന്താണ് കോൾനിലങ്ങൾ? സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾനിലങ്ങൾ. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതെല്ലാം? കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലാണ് കോൾനിലങ്ങൾ കാണപ്പെടുന്നത്? തൃശ്ശൂർ, മലപ്പുറം. കോൾനിലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന നെല്ല്
പൊക്കാളി. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? 2.76%. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യ കോളേജ്. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജ് കോട്ടയം. 1817 ഈ കോളേജ് ആരംഭിച്ചത്. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരം തിരുവനന്തപുരം. കേരളത്തിലെ നദികളുടെ എണ്ണം. കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി. അടുത്ത ചോദ്യം, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാർ. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി റൂം ഫോർ റിവർ. കേരളത്തിൻ്റെ ജീവരേഖ ചൂർണി, പൂർണ്ണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ശിവഗിരിമല. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പെരിയാർ, മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവ. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ, പൊന്നാനിപ്പുഴ, നിള, പേരാർ, ശോകനാശിനിപ്പുഴ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ഭാരതപ്പുഴയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന്. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി ബാരിസ്, ദക്ഷിണ ഭഗീരഥി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ പെരിയാർ, ചാലിയാർ. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി
കുന്തിപ്പുഴ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ PSC പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.